ഹരി ഓം. ഭാഗവതം 4-ാം സ്കന്ധം 28-ാം അധ്യായം. പുരഞ്ജനൻ്റെ കഥ. പുരഞ്ജനൻ്റെ സ്ത്രീ രൂപത്തിലുള്ള പുനർജന്മം, അതിൽ നിന്ന് വീണ്ടും മോക്ഷത്തിലോട്ട് പോകുന്നത്, അതിൽ നിന്ന് മോചിതയാകുന്നതായിട്ട് പുരഞ്ജനൻ സ്ത്രീയായിട്ട് പുരഞ്ജനിയായിട്ട് ജനിക്കുന്നു. അങ്ങനെയൊരു കഥയുണ്ട്. എന്നുവെച്ചാൽ ഈ ഉപാഖ്യാനത്തിൽ തന്നെയുള്ള അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കഥയാണ്. നാരദ ഉവാച അഥ അഷ്ടാവിംശതിതമോऽധ്യായ. നാരദ ഉവാച സൈനിക ഭയനാംനോയേ ബർഹിഷ്മൻ ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം. നാരദർ പറയുക, അല്ലയോ ബർഹിഷ്മൻ, ഭയത്തിൻ്റെ ആജ്ഞാകാരികളായ ദൂതന്മാരാണ് പ്രജ്വാരൻ, കാലകന്യകയുടെ പേര് നമ്മൾ പറഞ്ഞു, ദുർഭഗ എന്നിവരോടുകൂടി ഈ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ആ ഭയവും ഭയമാണ് യവനേശ്വരൻ എന്ന് പറയുന്നത്. യവനേശ്വരനും ഭയൻ്റെ പേരാണ് ഭയം. പിന്നെ കാലകന്യക ദുർഭഗ, പിന്നെ പ്രജ്വാരൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആ സുഹൃത്ത്, ഒരു സർപ്പത്തിൻ്റെ രീതിയിൽ. അതാണ് സൈനിക ഭയനാംനോയേ ബർഹിഷ്മൻ ദുഷ്ടകാരിണ പ്രജ്വാരകാലകന്യാഭ്യാം വിജേരുർ അവനീമിമാം. ചുറ്റി സഞ്ചരിച്ച് ഭൂമി മുഴുവൻ, അവനീമിമാം ഭൂമി മുഴുവൻ. തയേകഥാ ദുരഭസ പുരഞ്ജനപുരീം നൃപ രുരുധുർഭൗമ ഭോഗാഢ്യാം ജരത്പന്നകപാലിതാം. അല്ലയോ രാജാവേ, ഒരിക്കൽ അവർ വളരെ സമ്പന്നവും ജീർണിച്ച സർപ്പത്താൽ പാലിക്കപ്പെടുന്നതുമായ പുരഞ്ജനൻ്റെ പുരത്തെ ശക്തിയോടെ ആക്രമിച്ചു. നശിച്ചുകൊണ്ടിരിക്കുക ഈ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർപ്പം. അതിന് ജീർണാവസ്ഥയിലായി. ആ സർപ്പം നമ്മുടെ ആ കൂടെയുള്ള കൂട്ടുകാരനായിട്ടുള്ള അതിന് യുദ്ധം ചെയ്ത് കഴിഞ്ഞത് ജീർണിക്കുന്ന അവസ്ഥയിലായി. അങ്ങനെയുള്ള ആ പുരം പരിപാലിക്കുന്ന ആളിന് അവസ്ഥയാൽ എന്ത് ചെയ്യും? പുരത്തിന് പിന്നെ വല്ല രക്ഷയുണ്ടോ? അതിനെ പുരഞ്ജനൻ്റെ പുരത്തെ ശക്തിയോടെ ആക്രമിച്ചു. അപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കുന്നു. കാലകന്യാഭിബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂത പുരുഷ സദ്യോ നിസ്സാരതാമിയാത്. ആ കാലകന്യകയും പുരഞ്ജനപുരത്തെ ബലാൽ വന്ന് കയ്യേറി. ഇങ്ങനെ അവശത കണ്ടപ്പോൾ കാലകന്യയും കാലമാകുന്ന അതായത് ദുർഭഗയും പുരഞ്ജനപുരത്തെ കയ്യേറാൻ വന്നു. ആ പുരഞ്ജനൻ്റെ പുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം തന്നെ. ആ കാലകന്യാബാധിതനായ, കാലം കൊണ്ട് പഴക്കമേറിയ ആ പുരുഷൻ, അതായത് ആ പുരഞ്ജനൻ ഉടൻ ദുർബലനുമായി. നമ്മളെ സംരക്ഷിക്കും, കൂടെ നിൽക്കും എന്ന് വെച്ചാൽ ആ പ്രാണൻ ആയിട്ടുള്ള ആ സർപ്പം, അത് പ്രജ്വാരൻ എന്ന സർപ്പം, അതായിരുന്നു നമ്മുടെ പുരത്തെ പരിപാലിച്ചു കൊണ്ടിരുന്നത്. അതിന് ക്ഷീണം തട്ടി ആ കാലകന്യക അപ്പോൾ ഇതിനെ ആക്രമിക്കാനും തുടങ്ങി. അതോടുകൂടി പൂർണ്ണമായിട്ട് ദുർബലനായി തീർന്നു പുരഞ്ജനൻ. തയോപഭുജ്യമാനം വൈ, അവിടം വരെ. യവനാ സർവതോദിശം ദ്വാർഭിപ്രവിശ്യ സുഭൃശം പ്രാർത്ഥയൻ സകലാം പുരീം. യവനന്മാർ സർവദ്വാരങ്ങളിലൂടെയും, നവദ്വാരങ്ങളുണ്ടല്ലോ ഈ പുരത്തിന്, അകത്ത് കടന്ന് കാലകന്യകയാൽ ദുർബലമാക്കിയ ആ പുരം മുഴുവൻ അതിശക്തിയിൽ മർദ്ദിച്ചു. കടക്കാനുള്ള ഇടങ്ങളെല്ലാം, ഈ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുക. മറ്റ് പ്രജ്വാരൻ്റെ സംരക്ഷണയൊന്നുമില്ലിപ്പോൾ. കാലകന്യയും ഇവിടെ പ്രവേശിച്ച് ദുർബലമാക്കിയിട്ടിരിക്കുകയാണ് ഈ പുരം എന്ന് പറഞ്ഞാൽ ഈ ശരീരം കേട്ടോ. നവദ്വാരങ്ങളുള്ള പുരമാണെന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ പുരഞ്ജനൻ. അതെല്ലാം സിംബോളിക്കാം. 5-ാമത്തേത് തസ്യാം പ്രപീഡ്യമാനായാം, പിന്നെ മാനായാം നാക്കുക, പിന്നെ അഭിമാനീ പുരഞ്ജനഃ അവാപോരുവിധാം സ്ഥാപാൻ കുടുംബി മമതാകുലഃ.
ആവാപോരു വിധാം സ്ഥാപാൻ, വിധാൻ താപാൻ എന്ന് വായിച്ചാലും മതി. അവാപോരു വിധാൻ താപാൻ കുടുംബി മമതാകുലാം തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനി പുരഞ്ജനഃ അവാപോരു വിധാം താപാൻ കുടുംബി മമതാകുല. ഈ തൻ്റെ പുരം ഇങ്ങനെ പീഡിതമായി തീർന്നപ്പോൾ അഹങ്കാരിയും കുടുംബത്തിനോട് ആസക്തിയുമുള്ളവനുമായ, അതുപോലെ എൻ്റേതെന്ന് വിചാരത്താൽ വളരെ പരവശനായി തീർന്ന പുരഞ്ജനൻ വളരെയധികം ദുഃഖത്തെ അനുഭവിച്ചു. കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മക നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവ യവനൈർബലാത്. 6, 7, 8 ഒന്നിച്ചാണ് അർത്ഥം. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാൻ അനാദൃതാൻ എന്നാണ് വാക്ക്. പുത്രാൻ പൗത്രാനുഗാമാത്യാൻ അമാത്യാൻ ജായാം ച ഗതസൗഹൃദാം. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാൻ അനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ അമാത്യാൻ ജായാം ച ഗതസൗഹൃദാം. ആത്മാനം കന്യയാ ഗ്രസ്തം പഞ്ചാലാൻ അരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തത്പ്രതിക്രിയാം. എന്താണ് സംഭവിച്ചത്? ഈ കാലകന്യയാൽ ആലിംഗിതനും, അതായത് കാലകന്യ ആലിംഗനം ചെയ്തെന്ന് കാലം നമ്മളെ അങ്ങ് വന്ന് കയറി കെട്ടിപ്പിടിച്ചു. കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർദ്ധക്യം ആയി. കാലം കഴിയുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ കാലം കഴിയുകയില്ലേ, അതാണ് കാലം. ആലിംഗിതനും ഐശ്വര്യത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവനും ആയ വിഷയലംബടനും. ഓരോ വിഷയത്തിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷയലംബടനായി തീർന്ന, അതുപോലെ തന്നെ യവനന്മാരാലും പീഡിതനുമായി ജീർണിച്ച തൻ്റെ പുരത്തെ ആദരവില്ലാത്ത പ്രതികൂലരായി തീർന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും അനുയായികളെയും മന്ത്രിമാരെയും മുമ്പിലത്തെ പോലെ സ്നേഹമില്ലാത്തതായി തീർന്ന പുരഞ്ജനി പത്നിയെയും കാലകന്യയാൽ ഗ്രസിക്കപ്പെട്ട തന്നെയും ശത്രുദൂഷിതമായ പഞ്ചാല ദേശത്തെയും കണ്ട് അദ്ദേഹം ചിന്താഗ്രസ്തനായി അശക്തനായി പരിണമിച്ചു എന്നാണ് അർത്ഥം പറയുന്നത്. നമുക്ക് മനസ്സിലാകും എന്താണെന്നത്, അല്ലേ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ. കാരണം നമ്മൾ കേൾക്കെ തന്നെ ഒരു മരണ വീടുകളിലുമൊക്കെ നമ്മൾ എന്ന് വെച്ചാൽ ആസന്ന മരണരായി കിടക്കുന്ന സ്ഥലം സന്ദർശിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴും ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന അവരുടെ സ്വന്തം ബന്ധുക്കൾക്കത് അത്ര തീരെ ഇഷ്ടപ്പെടാറില്ല. കാരണം പല അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ, അവർക്കതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് കുറച്ച് രക്ഷ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ അവർക്ക് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മളെ ചെയ്യുന്നത് എന്താ? നമ്മുടെ കഴുത്തിൻ്റെ അവിടെ മുറിച്ച് അകത്തൂടെ ശ്വാസനാളത്തിൽ കൂടെ കടത്തി നമ്മുടെ ശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ട് കൃത്രിമമായ ഓക്സിജനൊക്കെ കൊടുത്ത് വെൻറ്റിലേറ്ററിൽ വെക്കുക എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം പോകണോ എന്നാണ് ഇപ്പോഴത്തെ ഒരുപാട് പേരുടെ ചോദ്യം. അത് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെയും സംഭവിച്ചു, അത്രയേ ഉള്ളൂ. കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവ യവനൈർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാൻ അനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ. പുത്രന്മാരെയും പൗത്രന്മാർ, ഭൃത്യന്മാർ, മന്ത്രിമാർ, അമാത്യൻ മന്ത്രി, ഇവരെയും ഗതസൗഹൃദ സുഹൃദ് ബന്ധങ്ങളൊക്കെ ഗതമായി എന്ന് വെച്ചാൽ പോയി, ഇല്ലാത്ത. ആത്മാനം കന്യാഗ്രസ്തം പഞ്ചാലാൻ അരിദൂഷിതാൻ ദുരന്തചിന്താം ആപന്നോ ന ലേഭേ തത് പ്രതിക്രിയാം. ഇനിയൊന്നും
ഇതിൽ നിന്നും രക്ഷയില്ല എന്ന് മനസ്സിലായി എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ 9ഉം 10ഉം കൂടെ ഒന്നിച്ചാണ്. കാമാനഭിലഷന്തീനോ യാതയാമാംശകന്യയ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശലാളയൻ ഗന്ധർവ യവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതുംബ്രചക്രമേ രാജ താംബുരീം അനികാമതഃ. കാലകന്യയാൽ വളരെ തുച്ഛമായി തീർന്നവയെങ്കിലും ആഗ്രഹം എന്നുവെച്ചാൽ ഓരോ മോഹങ്ങൾ ആഗ്രഹിച്ച് ഓരോരോ കാര്യങ്ങളെ ആഗ്രഹിച്ച് വളരെയധികം ദീനനായിട്ടും പരലോകം പുത്രാദി സ്നേഹവും നഷ്ടപ്പെട്ട് എല്ലാം ആ പുത്രന്മാരുടെയൊക്കെ സ്നേഹമെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു. എന്നാലും എന്താ അവരെ തന്നെ ലാളിച്ച് ആ പുരഞ്ജനൻ യവനന്മാരാൽ ആക്രമിക്കപ്പെട്ടതും. ഗന്ധർവന്മാരുടെ കഥ നമ്മൾ പറഞ്ഞു, 360 ദിവസങ്ങൾ, അതാണ് കാലം. അതുപോലെ തന്നെ യവനന്മാരാലും ഒക്കെ ആക്രമിക്കപ്പെട്ടതും കാലകന്യ ദുർഭഗ എന്ന കാലകന്യയാൽ എല്ലാം കാലം എന്നുള്ള അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതിയേ. അവരാൽ നമ്മളെ വശം കെടുത്തി നമ്മളെ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നുള്ള മർദ്ദിതവുമായ ആ പുരം ഇടിച്ചു നികർത്തി കളഞ്ഞ ആ പുരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗത്യന്തരമില്ലാതെ അവിടം വിട്ടു. എങ്ങനെയെങ്കിലും ആ പുരത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. എന്തിൽ നിന്ന്? പുരം ഏതാണ്? ശരീരം. ആ നവദ്വാരങ്ങളുള്ള ഈ കൊട്ടാരത്തിൽ നിന്നൊന്ന് വെളിയിലേക്ക് കടന്നാൽ മതിയെന്ന് ഈ പ്രവൃത്തികൾ മറ്റുള്ളവർ താൻ ഓരോന്ന് കാട്ടിക്കൂട്ടിയ അവരിൽ നിന്നുള്ള പ്രതികരണം കണ്ടപ്പോൾ, അതിനകത്ത് കാലകന്യ എന്ന് പറയുന്നത് കാലമാകട്ടോ, അത് കാലം കൊണ്ട് നമ്മളെ ജീർണിപ്പിച്ചത്, നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ. അല്ലാത്ത ദിവസങ്ങൾ, ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയതുമൊക്കെയാണ്. അപ്പോൾ നമ്മളെ രക്ഷിച്ച സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, അതിനുമൊക്കെ ആ ആത്മാവ് പോലും നമ്മൾക്ക് അധീനമല്ലാതെ വന്നിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന്, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മതിയെന്ന് ആ പ്രാണബലവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നുള്ള ആ തോന്നൽ ഉണ്ടായി ആർക്ക്? ഈ പുരഞ്ജനന്. പിന്നെ ഭയനാംനോഗ്രജോ ഭ്രാത പ്രജ്വാര പ്രത്യുപസ്ഥിത ദദാഹതാം പുരീം കൃഷ്ണാം ഭ്രാതു പ്രിയ ചികീർഷയ. ആ മരണത്തിൻ്റെ ചേട്ടനായ പ്രജ്വാരൻ വന്നു ചേർന്നു. അനുജനായ മൃത്യുവിൻ്റെ ഇഷ്ടം ഈ പുരിയെ നശിപ്പിക്കണം എന്നാകയാൽ അതിൽ സഹായിക്കാനായിട്ട് ഒരുങ്ങി. ആ പുരിയെ മുഴുവൻ ദഹിപ്പിച്ചു. അതായത് മരണമടുക്കുമ്പോൾ നമുക്ക് ഓരോ രോഗങ്ങൾ ശരീരത്തെ പീഡിപ്പിക്കാൻ തുടങ്ങും. ആ സന്ധിബന്ധത്തെ ശിഥിലമാക്കുവാൻ തുടങ്ങുന്നതിനെ കാണിച്ചു തന്നതാണ് ആ പറഞ്ഞ കാര്യം. നമുക്ക് ഭയം എന്ന പേരുള്ള അഗ്രജഭ്രാത, ആ ജ്യേഷ്ഠഭ്രാതാവായ പ്രജ്വാരൻ, ഭയം എന്ന പേരുള്ള ആ പ്രജ്വാരൻ അവിടെ വന്നു ചേർന്നു. എന്നിട്ട് അനുജന് പ്രിയം ചെയ്യുവാൻ ആഗ്രഹത്താൽ ആ പുരിയെ മുഴുവൻ ദഹിപ്പിച്ചു. എന്തിനാണ് ഇനി ജീവിതം ഇത്രയും കഷ്ടപ്പെട്ട്? അതുകൊണ്ട് ആ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിനെ ദഹിപ്പിച്ചു. ആ മൃത്യുവിൻ്റെ ജ്യേഷ്ഠഭ്രാതാവാണ് ഈ പ്രജ്വാരൻ എന്ന് പറഞ്ഞത്, അതായത് ഭയം. ആ പ്രജ്വാരൻ വന്നു ചേർന്നു. ആ അനുജനായ ആ മൃത്യുവിന് ഇഷ്ടം. ആ മൃത്യുവിൻ്റെ ഇഷ്ടം എന്താണ്? ആ പുരിയെ നശിപ്പിക്കണം. അതാണ് മൃത്യുവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് ആ ജ്യേഷ്ഠനെ സഹായിക്കാനൊരുങ്ങി ആ പുരിയെ മുഴുവൻ ദഹിപ്പിച്ചു. തസ്യാം സന്ദഹ്യമാനായാം സപൗരസപരിച്ഛദഃ കൗടുംബിക കുടുംബിന്യാ ഉപാതപ്യത സാന്വയ. ആ രാജധാനി ദഹിപ്പിക്കുന്ന അവസരത്തിൽ പട്ടണത്തിലുള്ള ജനങ്ങളോടും തൻ്റെ സ്വന്തം ഭൃത്യ ജനങ്ങളോടുമൊക്കെ വംശത്തോടെ പുത്രന്മാരോടും ഭാര്യയോടും കൂടി കുടുംബാഭിമാനിയായ പുരഞ്ജനൻ പരിതപിച്ചു. വളരെ അധികം പരിതപിച്ചു പറഞ്ഞു. എല്ലാം ഇതുവരെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലെത്താതെ ഇരുന്ന ആ പുരഞ്ജനൻ എന്തായത്? ഭാര്യമാരെ, പുത്രികൾ, ഭർത്താക്കന്മാർ, അവരുടെ ഭവനം, അതുപോലെ തന്നെ സ്വത്ത്, ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം, ഗൃഹോപകരണങ്ങൾ ഓരോന്ന് ആശിച്ച് വാങ്ങിച്ചതൊക്കെയാണ്.
എന്നിങ്ങനെ അവശേഷിച്ച വസ്തുക്കളിൽ എന്താണ് എൻ്റേതെന്നും ഞാനെന്നും അഭിമാനിച്ചിരുന്നു. അത് എൻ്റേതാണ്, എൻ്റെ പുത്രനാണ്, എൻ്റെ പുത്രിയാണ്, എൻ്റെ പുത്രിയുടെ ഭർത്താവാണ് എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ അവരെ എല്ലാം തീരെ വിട്ടു പിരിയേണ്ടതായ ആ സമയമെത്തിയപ്പോൾ, ആ ഘട്ടമെത്തിയപ്പോൾ ഭാര്യയെയും പിരിയണമല്ലോ എന്നുള്ള ചിന്തയാൽ അത്യന്തം ദുഃഖിച്ചുകൊണ്ട് വിചാരിക്കാൻ തുടങ്ങി. ആരെ? ഭാര്യയെ, പുരഞ്ജനിയെ. ആരെ വിചാരിച്ചുകൊണ്ട് മരിക്കുന്നോ അതായിത്തീരും അടുത്ത ജന്മം. ലോകാന്തരം ഗതവതി മയ്യനാഥ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷ വർത്തിഷ്യതേ കഥം ത്വേഷ ബാലകാനനുശോചതി. ലോകാന്തരം ഗതവതി, ഞാൻ അന്യലോകത്തെ പ്രാപിച്ചിരിക്കുന്ന ഈ നേരത്ത് അനാഥ കുടുംബിനി, നാഥൻ ഇല്ലാതെ ആയിത്തീരുമല്ലോ എൻ്റെ ഭാര്യ. യേശ, ഇവൾ ബാലകാൻ, കുട്ടികളെക്കുറിച്ച് ദുഃഖിക്കുന്നവളായിട്ട്, അനുശോചതി, ദുഃഖിക്കുന്നവളായിട്ട് എങ്ങനെ കാലം തള്ളി നീക്കും? അവളെങ്ങനെ ഇനിയും കഴിയും? ഞാൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഖേദമായി ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. മയി അനാശിതേ ഭുങ്ക്തേ മയി അനാശിതേ മയി അനാശിതേ ഭുങ്ക്തേ നാസ്നാദേ സ്നാതി മത്പര. നാസ്നാദേ എന്നാ കേട്ടോ വാക്ക്. അസ്നാദേ, ഞാൻ സ്നാനം ചെയ്യാതിരിക്കുമ്പോൾ, അസ്നാദേ കഴിക്കാതിരിക്കുമ്പോൾ, ഭുങ്ക്തേ ഭുജിക്കുന്നില്ല, അസ്നാദേ ഞാൻ സ്നാനം ചെയ്യാതിരിക്കുമ്പോൾ അവളും സ്നാനം ചെയ്യുന്നില്ല, മത്പര എന്നിൽ സ്നേഹത്തോടു കൂടിയവളായിട്ട് നസ്നാദി സ്നാനം ചെയ്യുന്നില്ല. മൈ രുഷ്ടേ, അതായത് ഈ പുരഞ്ജനി ആരാണ്? തൻ്റെ ബുദ്ധിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുരഞ്ജനൻ്റെ ബുദ്ധിയാണ് ഈ പുരഞ്ജനി. അതാണ് എന്തും പറഞ്ഞാൽ കേൾക്കും, എന്തും ചെയ്താൽ ചെയ്യും. അങ്ങനെ അപ്പം ഞാൻ ഭുജിക്കുന്നില്ലെങ്കിൽ അവളും ഭുജിക്കുന്നില്ല, ഞാൻ കുളിക്കുന്നില്ലെങ്കിൽ അവൾ സ്നാനം ചെയ്യുന്നില്ല. അങ്ങനെ മൈ തുഷ്ടേ, ഞാൻ ക്രോധിക്കുമ്പോൾ ഏറ്റവും ഭയപ്പെട്ടവളായും, ഭസ്തേ ഞാൻ ശകാരിക്കുമ്പോൾ ഭയത്താൽ വാക്കിനെ അടക്കിയവളുമായിരിക്കും. എൻ്റെ ഭാര്യ എന്നിൽ പ്രേമത്തോടു കൂടിയവളായിട്ട് എനിക്ക് ഭക്ഷണാദികൾ നൽകിയ ശേഷമല്ലാതെ അവൾ ഭക്ഷിക്കുകയില്ല. ഞാൻ സ്നാനം കഴിച്ചല്ലാതെ സ്നാനം കഴിക്കുകയില്ല. ഞാൻ ദേഷിക്കപ്പെടുന്ന സമയത്ത് അവൾ ഭയപ്പെട്ടിരിക്കും. ഞാൻ ശകാരിച്ചാൽ അവൾ ഒന്നും മിണ്ടാതിരിക്കും. ഇങ്ങനെ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പ്രബോധയതി മാ വിജ്ഞം വ്യുഷിതേ ശോകകർഷിത വർമ്മൈതദ് ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി. പ്രബോധയതി മാ അവിജ്ഞം, അവിജ്ഞം അറിവില്ലാതെ ഇരിക്കുന്ന എന്നെ, പ്രബോധയതി അറിയിപ്പിക്കും. എന്താ? വ്യുഷിതേ ദേശാന്തരങ്ങളിലേക്ക് ഞാൻ പോയാൽ, അന്യദേശത്തോട്ട് ഞാൻ പോയാൽ, ശോകകർഷിത ദുഃഖത്താൽ വളരെ ക്ഷീണിതയായിട്ടിരിക്കും, കൃശഗാത്രിയായിട്ടിരിക്കും, ഭക്ഷണമൊന്നും കഴിക്കാതെ. വീരസു അപി, വീരനെ പ്രസവിച്ച വീരസു അപി, ആ വീരനെ പ്രസവിച്ചവളാണെങ്കിലും ഗൃഹമേധീയം ഏതത് പത്മ ഗൃഹസ്ഥന്മാരുടെ ഈ മാർഗത്തെ ഇഷ്യതി ഇഷ്ടപ്പെടുക ഇല്ലയോ. അതായത് ഏതെങ്കിലും കാര്യങ്ങളെ അനുഷ്ഠിക്കുന്നതിൽ എനിക്ക് വല്ല തെറ്റും സംഭവിച്ചാൽ, ഓർമ്മപ്പിശകും വന്നിരിക്കുന്ന സമയം അവൾ എന്നെ അറിയിക്കും. അത് കാര്യവശാൽ ഞാൻ അന്യദേശ സഞ്ചാരത്തിന് പോയാൽ അവൾ വളരെ കൃശയായി ഭവിക്കും. വളരെ സ്നേഹവും വാത്സല്യവും വീരനുമൊക്കെയായ പുത്രൻ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ, എൻ്റെ അഭാവത്തിൽ ഈ ഗൃഹധർമ്മത്തെ അനുഷ്ഠിക്കുമോ? എന്നോട് കൂടെ തന്നെ അവൾ മരിക്കുമോ? അദ്ദേഹത്തിൻ്റെ ചിന്ത പോകുന്നതാണ് ഈ പറയുന്നത്. കഥം നോ ധാരകാദീന ധാരകീർവ പരായണാഹ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോ ദധോ. കഥം നോ ധാരകാദീന ധാരകീർവ പരായണാഹ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോ ദധൗ. ഞാനില്ലാതെയാകുമ്പോൾ ദുഃഖിതന്മാരായ എൻ്റെ പുത്രന്മാരും എൻ്റെ പുത്രികളും മറ്റുള്ളവരെ ആശ്രയിച്ചവരായിട്ട് ഒരു പൊളിഞ്ഞുപോയ കപ്പൽ, അതിനുശേഷം സമുദ്രത്തെ ആശ്രയിച്ചവരെന്ന പോലെ എങ്ങനെ ജീവസന്ധാരണം ചെയ്യും? കപ്പൽ ഉള്ളപ്പോൾ നല്ലതായിരുന്നു, പക്ഷെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയാണ് കിടക്കുന്നത്? കടലില്ല. ആ കടൽ അവരെ രക്ഷിക്കുമോ? അതുപോലെ ആകുമല്ലോ എൻ്റെ കുട്ടികളുമൊക്കെ.
ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്താമതദർഹണം ഗ്രഹീതും കൃതധീരേനം ഭയനാമാഭ്യപദ്യത. ഭയമെന്ന പേരുള്ളവനും അഭ്യപദ്യത വന്നു ചേർന്നു. ഇതുപോലെ ഇരിക്കുന്ന ബുദ്ധി നിമിത്തം ശോചന്തം വളരെയധികം ദുഃഖിക്കുന്നവനും അതദർഹണം അതിന് അർഹനല്ലാത്തവൻ അല്ലാത്തവനും ആയ ഏനം ഗ്രഹീതും ഇവനെ ഗ്രഹിപ്പിക്കാനായിക്കൊണ്ട് ഇവനെ മനസ്സിലാക്കാനായിക്കൊണ്ട് കൃതധി വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ ഭയമെന്ന പേരുള്ളവനും അഭ്യപദ്യത വന്നു ചേർന്നു. അതായത് ഗൃഹാദികളിലുള്ള മോഹം കൊണ്ട് ഇങ്ങനെ ഖേദിക്കുന്ന, സത്യത്തിൽ ഈ വിധം ക്ലേശിക്കാൻ തക്ക സ്ഥിതി അല്ലാത്തവനുമായിരിക്കുന്ന ഈ പുരഞ്ജനനെ പിടിക്കാനായിക്കൊണ്ട് ഒരുക്കത്തോടുകൂടെ ഭയമെന്ന പേരോടുകൂടിയ യവനേശ്വരനും സമീപത്ത് വന്നു ചേർന്നു. ഇങ്ങനെ ആവശ്യമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭയമെന്ന യവനേശ്വരൻ വന്നു ചേർന്നു. പശ്യവതി യവനൈരേഷ നീയമാനസ്വകം ക്ഷയം അന്വദ്രവൻ അനുപഥ ശോചന്തോ ഭൃശമാതുരാഹ. യവനന്മാരാൽ ഉണ്ടോ, പശുവത് യവനൈരേഷ സ്വകം ക്ഷയം സ്വവാസസ്ഥാനത്തെ ഏഷ ഇവൻ പശുവിനെ പോലെ നയിക്കപ്പെട്ടവനായി ഭൃശമാതുര വളരെയധികം ദുഃഖിതരായ അനുപഥ തൻ്റെ കൂടെയുള്ള ജീവികൾ ശോചന്ത ശോചിക്കുന്നവരായിട്ട് അന്വദ്രവൻ കൂടെ പോയി. അങ്ങനെ യവനന്മാർ പശുവിനെ എന്ന പോലെ കയറിട്ട് കെട്ടി വലിച്ച് അവരുടെ വാസസ്ഥാനത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ്റെ ഭൃത്യ പുത്ര ധാരാദികൾ പിരിഞ്ഞപ്പോൾ അശക്തന്മാരായും ദുഃഖിതന്മാരുമായിട്ട് അവരോട് ഒരുമിച്ച് തന്നെ പോയി. അതായത് സൂക്ഷ്മ ശരീരം ജീവനെ വിട്ടിരിക്കയില്ല. യമദൂതന്മാർ ഈ സൂക്ഷ്മ ശരീരത്തോടുകൂടെ നരലോകത്തിലേക്ക് ജീവനെ നയിപ്പിക്കും എന്നാണ് ഇത് ഇവിടെ മനസ്സിലാക്കുന്നത്. സൂക്ഷ്മ ശരീരം ജീവൻ വിട്ട് പോയിട്ടില്ല. സൂക്ഷ്മ ശരീരം ആ ശരീരത്തിലിരിക്കുക. പക്ഷേ യമദൂതന്മാർ സൂക്ഷ്മ ശരീരത്തോടുകൂടെ നരകത്തിലേക്ക് ജീവനെ നയിപ്പിക്കും. പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ. പുരീം വിഹായ ഉപഗത യഥാ ഉപരുദ്ധോ ഭുജംഗമഃ യഥാ തമേവ അനുപുരി. യഥാ ഉപഗത എന്ന് നമ്മൾ നോക്കിക്കോണം കേട്ടോ. പുരീം വിഹായ ഉപഗത ഉപരുദ്ധോ ഭുജംഗമഃ യഥാ തമേവാനുപുരി വിശീർണ പ്രകൃതിം ഗതാ. യവനന്മാരാൽ നിരോധിക്കപ്പെട്ട ഈ പുരത്തിൻ്റെ എല്ലാം രക്ഷകനായ സർപ്പം പുറത്തേക്ക് എപ്പോൾ പോയോ, പുരത്തിൽ നിന്ന് ആ സർപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ജീവൻ്റെ തുടിപ്പായിരിക്കുന്ന അത് എപ്പോൾ പോയോ അചിരേണ അപ്പം തന്നെ ആ പുരമെല്ലാം തകർന്ന് ഭൂമിയോട് ചേർന്നു. അതായത് മണ്ണിനോട് ചേർന്നു. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരം അതായത് ഈ പുരം മണ്ണും കൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത്, ആ ഭൂമിയോട് തന്നെ ചേർന്നു. അതായത് പ്രാണ നിർഗമാനന്ദ പ്രാണനാണ് പ്രജ്വാരൻ എന്ന ആ ഒരു രക്ഷകനായിട്ടുണ്ടായിരുന്ന ആ പ്രജ്വാരൻ്റെ സ്ഥൂല ശരീരം പ്രാണനിർഗമാനന്തരം ആ പ്രാണൻ പോയതോടുകൂടി ഈ സ്ഥൂല ശരീരം മഹാഭൂതങ്ങളിൽ ലയിച്ചു. പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതിൽ ലയിച്ചു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം ജീർണിക്കുകയോ ദഹിക്കപ്പെടുകയോ ചെയ്യുന്ന സമയം ഭൂമിയാദി ഭൂതാംശങ്ങൾ അതാത് മഹാഭൂതങ്ങളിൽ ചേരുന്നത് ശരിയാണ്. അഗ്നി പുകയായിട്ടും അഗ്നിയായിട്ടും അത് അവസാനം ചാരമായിട്ട് മണ്ണായിട്ട് തീർന്നു പോകുന്നു. അത്രയേ ഉള്ളൂ. വിഗൃഹ്യമാണ് പ്രസഭം യവനേന ബലീയസ നാവിന്ദത്തമസാവിഷ്ട സഖായം സുഹൃദം പുരഃ. വിഗൃഹ്യമാണ് പ്രസഭം യവനേന ബലീയസ നാവിന്ദത്തമസാവിഷ്ട സഖായം സുഹൃദം പുരഃ. ബലീയസ യവനേന ഏറ്റവും ബലവാനായ യവനനാൽ പ്രസഭം ബലാത്കാരേണ വിഗൃഹ്യമാണ് വലിക്കപ്പെട്ടവനും തമസ ആവിഷ്ട മോഹത്താൽ ആവേശിക്കപ്പെട്ടവനുമായ പുരാ സുഹൃദം സഖായം
മുമ്പൊക്കെ സഹായിയായിരിക്കുന്ന സ്നേഹിതനെ അവിന്തത് അറിഞ്ഞില്ല. ആ പ്രാണൻ എപ്പോഴും സ്നേഹിതനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രാണന അതിബലിഷ്ഠനായ യവനൻ്റെ പിടുത്തത്തിലകപ്പെട്ടതിനാൽ മോഹാലസ്യത്തെ പ്രാപിച്ചിരിക്കുന്ന പുരഞ്ജനൻ അവനെ എല്ലായ്പ്പോഴും സ്നേഹിച്ചുകൊണ്ടും ഒരു ശകലം നേരം പോലും വിട്ടുപിരിയാതെയും ഇരുന്ന പണ്ടേയുള്ള ആ സ്നേഹിതൻ ഇപ്പോൾ കൂടെ തന്നെ ഉണ്ട് എന്നിരിക്കലും തൻ്റെ അറിവില്ലായ്മ കൊണ്ട് ആ ബന്ധുവിനെ ഓർത്തതേയില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് പരമാത്മാവ്, നമ്മളുടെ ആ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഓർത്തില്ല. അപ്പോൾ എന്താ ഓർത്ത്? അജ്ഞാനത്താൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് മരണസമയത്ത് ഭഗവാനെ വിചാരിക്കാൻ സാധിക്കുന്നില്ല. ഭാഗ്യവശാൽ അപ്പോൾ സ്മരിച്ചിരുന്നാൽ അതോടുകൂടി ശരിക്കും നമുക്കങ്ങനെ സാധിക്കുകയാണെങ്കിലോ ആ സമയത്ത് തന്നെ നമുക്ക് നമ്മളുടെ സംസാര ക്ലേശം, ഇനിയും ഈ സംസാര സാഗരത്തിൽ വന്ന് പിറക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാകാതെ സായുജ്യത്തെ, അതായത് ഭഗവാനിലോട്ട് നമ്മൾ നേരെ ലയിക്കും. പിന്നെ നമുക്കൊരു ജന്മമില്ല. അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലുമായിട്ട് നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് ഏതാണോ അതായിട്ട് ജനിക്കും. നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആ സ്നേഹിതനായ പ്രജ്വാരൻ, ആ ജീവൻ എന്താണ്? നമ്മുടെ ഭഗവാനാണ്, ഈശ്വരനാണ്. അതിനെ സ്മരിച്ചിരുന്നെങ്കിൽ, ആ ജീവനെ, അന്ധകരണത്തെ സ്മരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു. അദ്ദേഹം സ്മരിച്ചതാരെയാണ്? ആ പുരഞ്ജനിയെ. അങ്ങനെ പറയുന്നു. തം യജ്ഞപശവോനേന സംജ്ഞപ്ത യേ ദയാലുന കുഠാരൈശ്ചിച്ഛിതു ക്രുദ്ധാഃ സ്മരന്തോമീവമസ്യ തത്. ഇതിനകത്ത് ഒരുപാട് പ്രശ്ലേഷങ്ങളൊക്കെ ഉണ്ട്. തം യജ്ഞപശവോനേന, പശവ അനേന, യജ്ഞപശവ അനേന അദയാലുന അനേന, ദയാഹീനനായ ഇവനാൽ സംജ്ഞപ്ത ഹിംസിക്കപ്പെട്ട യജ്ഞപശുക്കൾ, യാഗപശുക്കൾ, യാഗം ചെയ്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അസ്യ ഇവൻ്റെ തത് അമീവം, ആ പാപകർമ്മത്തെ സ്മരന്ത ഓർക്കുന്നവനായിട്ട്, ക്രോധമുള്ളവനായി, കുഠാരൈ കുന്തം പോലെ മൂർച്ചയുള്ള കൊമ്പുകൊണ്ട്, ആ ജീവിയൊക്കെ കൊന്നില്ലേ, അതിൻ്റെ കൊമ്പ് കൊണ്ട് താം ചിച്ചിതു, അവനെ കുത്തി തുളച്ചു. അപ്പോൾ ഈ ഹിംസ ഞാൻ ഒന്നാൾ കഴിഞ്ഞ ഇതിനകത്ത് 27-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ ഹിംസ ചെയ്യുന്ന ജീവികളൊക്കെ ഈ യാഗം നടത്തിക്കുമ്പോൾ ഈ ഹിംസ ചെയ്ത ജീവികളെല്ലാം നമ്മളെ വേട്ടയാടാനായിട്ട് വരുമെന്ന്. അതുകൊണ്ട് ഈ കൊല്ലുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. കൊന്ന് തിന്നുന്നതും സൂക്ഷിച്ചു വേണം. സാധനങ്ങളെയൊക്കെ വയറ്റിലാക്കുമല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പം ആ സ്വാദൊന്നും അവിടെ ചെല്ലുമ്പോഴത്തെ ആ കുത്തിനുണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഒരു കാര്യം കുഴപ്പമില്ല, അതൊക്കെ കഴിച്ചാലും ഭഗവാനെ അവസാനം വിളിക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സിനും അങ്ങനെയുള്ളൊരു ശരീരത്തിനും ഭഗവാനെ വിളിക്കാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പില്ല. നമ്മുടെ സംസ്കാരവും നമ്മളുടെ ഋഷീശ്വരന്മാരും എല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് സാത്വികമായ ഭാവമുള്ള ഒരാളിന് മാനസികമായിട്ടും ശാരീരികമായും സാത്വിക സ്വഭാവമുള്ള ഒരാളിൻ്റെ ഹൃദയത്തിലെ ഭഗവാൻ വിലസുകയുള്ളൂ. ഭഗവാൻ നമുക്ക് ദർശനം തരികയുള്ളൂ, മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ. ആ തെളിഞ്ഞു നിൽക്കുന്ന മനസ്സുള്ളവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ആ സാത്വികത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, സാത്വികമായ ഭക്ഷണവും സാത്വികമായ സ്വഭാവവുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രേരണ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഉപാസനകളാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാനെ സ്മരിക്കുക, നിത്യം നാമം ചൊല്ലുക, നിത്യം വിളക്ക് കൊളുത്തുക, പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക. അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ സ്മരിക്കും. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത നമ്മൾക്കുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഹിംസയോ ഒരു ദുർവാക്കോ ദുർപ്രവൃത്തിയോ അഴുക്ക് ഭക്ഷണമോ ഒന്നും കഴിക്കാൻ നമുക്ക് തോന്നില്ല. ശുദ്ധമായ വൃത്തിയുള്ള കട്ടു അമ്ലാദി ഒക്കെ ഒരുപാട് രസങ്ങൾ ചേരാത്ത ഭക്ഷണമൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുക. നമ്മൾ അങ്ങനെ ആയിത്തീരും. ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ആയിത്തീരുക, അല്ലാതെ അതിന് വേണ്ടി നമ്മളൊന്നും പ്രയത്നിക്കുകയല്ല. നമുക്കതൊക്കെ വേണ്ടെന്ന് നമുക്ക് തനിയെ തോന്നിത്തുടങ്ങും. അത് വേണ്ട, അത് ആയാലും നമുക്കതൊരു എന്തോ ഒരു ശരിയാകുന്നില്ലെന്ന് ഒരു തോന്നൽ. അങ്ങനെ ആ തോന്നൽ വരുന്നിടം വരെ
നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു സാത്വികതയിലോട്ട് എത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ നാവിൽ അവസാനം ഞാനങ്ങ് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ വിളിക്കുകയില്ല. കാരണം നമ്മൾ പറഞ്ഞു പഠിച്ചതേ നമ്മൾ ചെയ്യൂ. അതുകൊണ്ട് പറഞ്ഞു പഠിക്കുന്നത് എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ ഓർക്കുന്ന ആരെയാ? നമ്മളെ തന്നെയാണ്. ആ നമ്മളാണ്, ഞാനീ പറയുന്ന ഞാനാണ് ഈശ്വരൻ. ഞാൻ എന്ന് പറയുന്നത് എന്താ? അതാണ് ഈശ്വരൻ. ആ ഈശ്വരൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് നമ്മൾ ബോധപൂർവം ഓർക്കുക. അതാണ് ഇതിനകത്തെ. തം യജ്ഞപശവോനേന സംജ്ഞപ്ത ഏ ദയാലുന ഏ അദയാലുന, അല്ലേ? അതെ, അദയാലുന കുഠാരൈശ്ചിച്ഛിതു ക്രുദ്ധ സ്മരന്തോ മീവമസ്യ തത്. അതെല്ലാം ഒന്നിച്ചങ്ങ് വായിച്ചാൽ മതി. ആ പ്രശ്ലേഷത്തെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. 27, 28 ഒന്നിച്ച് വായിക്കാം. അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാഹ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതഃ താമേവ മനസാ ഗൃഹ്ണൻ ബഭൂവ പ്രമദോത്തമ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി അനന്തപാരേ തമസി. അതായത് അനന്തമായ തമസി, അന്ധകാരത്തിൽ, അനന്തമായ കാണാൻ പറ്റാത്ത അന്ധകാരത്തിൽ മഗ്ന അകപ്പെട്ടവനും സ്മൃതിയൊക്കെ നശിച്ചവനും പ്രമദാസംഗദൂഷിത സ്ത്രീ സംഗമത്താൽ ദുഷിച്ചവനും അവൻ ശാശ്വതീ സമാഹ ബഹുവത്സരകാലം ആർത്തിം അനുഭൂയ ദുഃഖം അത് അനുഭവിച്ചിട്ട് മനസ്സുകൊണ്ട്, അതൊന്നും നമുക്ക് അറിയാൻ മേലാത്ത വാക്കുകളില്ല. താം ഏവ ഗൃഹ്ണൻ, അവളെ തന്നെ ഗ്രഹിക്കുന്നവനായിട്ട് അനന്തരം, അതിൻ്റെ ശേഷം, അത് അനന്തരം എന്ന് പറഞ്ഞാൽ അനന്തരം തന്നെ, രാജസിംഹസ്യ, രാജശ്രേഷ്ഠനായ, സിംഹം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, രാജസിംഹസ്യ രാജശ്രേഷ്ഠനായ വിദർഭസ്യ വേശ്മിനി, വിദർഭൻ്റെ ഭവനത്തിൽ പ്രമദോത്തമ ബഭൂവ, ഉത്തമ സ്ത്രീയായി ജനിച്ചു. ആര്? ഈ പുരഞ്ജനൻ വിദർഭ രാജ്യത്തിൽ ഉത്തമ സ്ത്രീയായിട്ട് ജനിച്ചു. അവസാനം കാണാത്ത വിധം അത്ര ദുരന്തമായ അന്ധകാരത്തിൽ പ്രവേശിച്ചതുകൊണ്ടും സ്ത്രീസംഘം നിമിത്തം ബുദ്ധി ദുഷിച്ചതുകൊണ്ടും സ്നേഹിതനെ ഓർക്കാത്തവനായ, സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന ഈശ്വരനെ ഓർക്കാത്തവനും ആയതിനാൽ ഒരുപാട് കാലം മഹാദുഃഖം അനുഭവിച്ചു. അതിനുശേഷം പത്നി സ്മൃതി അല്ലാതെ വേറൊരു വിചാരവും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിൽ പിന്നെ ആ പുരഞ്ജനൻ നിരന്തരം സ്ത്രീരൂപ ചിന്തയുടെ ഫലമായിട്ട് രാജശ്രേഷ്ഠനായ വിദർഭൻ്റെ രാജധാനിയിൽ ഈ പുരഞ്ജനൻ ഒരു സ്ത്രീയായി ജനിച്ചു. രാജദൂതന്മാരാൽ, ഈ യമദൂതന്മാരാൽ നയിക്കപ്പെടുന്ന ജീവൻ കർമാനുസരണം സ്വർഗ നരകലോകങ്ങളിൽ വസിച്ച് അതിൽ പിന്നെ, അതായത് കുറച്ച് നാൾ സ്വർഗവും കുറച്ച് നാൾ, കാരണം നമ്മൾ കുറേ സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്വർഗം കിട്ടും. കുറച്ച് ദുഷ്പ്രവൃത്തിയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നരകവും കിട്ടും. അപ്പം രണ്ടിടത്ത് മാറി മാറി താമസിച്ചിട്ട് പൂർവ്വദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് സ്മൃതിയെ അനുസരിച്ച് അടുത്ത ജന്മം കിട്ടും. നമുക്ക് ഇന്ന് മനുഷ്യനായി ജനിച്ച് വന്നല്ലോ, ഏതൊക്കെയോ സഞ്ചിത കർമ്മങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ ജീവനെ മുക്തിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതെ വീണ്ടും ജനിക്കാൻ ഇടയാകുന്ന എന്താ? അത് ഈ സ്മൃതിയെ അനുസരിച്ച് നമ്മൾ മരിക്കുന്ന സമയത്ത് ഏത് സ്മൃതിയാണോ ഉണ്ടാകുന്നത് അതനുസരിച്ച് പുരുഷനോ സ്ത്രീയോ ആയിട്ട് ജനിക്കാം. അതുകൊണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ഇതിനകത്ത് ഒരു തെളിവുമില്ല അത് ആധികാരികമായിട്ട് പറയാനായിട്ട്. പക്ഷേ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈശ്വര സ്മൃതിയോടുകൂടി ശരീരത്തെ ഉപേക്ഷിച്ചാൽ, അതിനാണ് നമ്മൾ നാരായണം ജപിക്കണം, ഭാഗവതം വായിക്കണം, മരണശയ്യയിൽ കിടക്കുന്ന ആളിന് നാരായണ ജപിച്ച് കൊടുക്കുക. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആരുമില്ലാത്തടത്ത് കിടന്ന് പിതാവ് മരിക്കേണ്ടതായിട്ട് യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ പ്രായമായി ഈ ജന്മത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ്
ഇന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ച് അവർ കണ്ടുപിടിക്കുന്നുണ്ട്, ഗവേഷണങ്ങളൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ചികിത്സയും ചെയ്തു കൊള്ളുക. പക്ഷേ നമ്മളുടെ കൂടെ അവർ മരിക്കുമെന്ന് ഉറപ്പാണ്. അവർ നമ്മുടെ കൂടെ ഇരുന്നോട്ടെ, ഇനി കുഴപ്പം എന്താ? ഈ ഹോസ്പിറ്റലിൽ അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതാണ്. മോർച്ചറിയിൽ അല്ല എന്നിട്ട് വെക്കുക അവിടെ ഈ ഇതിൽ വെൻറ്റിലേറ്ററിൽ വെച്ച് ജീവൻ നിലനിർത്തി ആ സയൻസിൻ്റെ ഏറ്റവും അവസാനം വരെയുള്ളത് പ്രയോഗിച്ച് നോക്കി. ഈ വൃദ്ധയെയോ ഒക്കെ എന്തിനാണ് അങ്ങനെ വെച്ച് സൂക്ഷിച്ച് എത്ര കാലം ഉണക്കി സൂക്ഷിക്കുമെന്ന് പണ്ടുള്ളവർ ചോദിക്കുന്നില്ല. അങ്ങനെയൊന്നും പറ്റില്ല, പോയേ മതിയാവും. അങ്ങനെയാണല്ലോ നമ്മൾ ജീവൻ്റെ ഗതി. അപ്പം ആ സമയമാകുമ്പോൾ പോവുക, അതെപ്പം വേണേലും ആകാം. സമയം മാത്രം നമുക്ക് അറിഞ്ഞുകൂടാ, അതേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ, അത്രയൊക്കെ നാൾ ജീവിച്ച് നമ്മളുടെ കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞു, ഇനി എന്താ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ പുറപ്പെടാൻ എപ്പോഴും തയ്യാറായിരിക്കുക. ആ ഈശ്വര സ്മൃതിയോടുകൂടെ ശരീരത്തെ ഉപേക്ഷിച്ചാൽ ജന്മമരണക്ലേശം, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ജനനം, പിന്നെയും ഏതെങ്കിലും ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് വീഴാതെ മുക്തനായിട്ട് ഈശ്വരനെ പ്രാപിക്കും. ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യ പരപുരഞ്ജയ. അതിനകത്ത് തിരുത്താനൊന്നുമില്ല. പാണ്ഡ്യ രാജ്യത്തിൽ ജനിച്ചവനും പരപുരഞ്ജയ ശത്രുക്കളുടെ പുരങ്ങളെ ജയിക്കുന്നവനുമായ മലയധ്വജൻ യുധി രാജന്യാൻ നിർജിത്യ, യുദ്ധത്തിൽ രാജാക്കന്മാരെ ജയിച്ചിട്ട് വീര്യപണാം പരാക്രമമാകുന്ന മൂല്യത്തോടു കൂടിയ വൈദർഭീം വിദർഭപുത്രിയെ ഉപയേമേ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു. ഒരുപാട് രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിക്കാനുള്ള ആ പരാക്രമം ഇരിക്കുന്ന രാജാവിന് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുള്ളൂ എന്ന് വിദർഭ രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ ശത്രുക്കളെയൊക്കെ ജയിക്കാൻ സമർത്ഥനും ആയിട്ട് പാണ്ഡ്യരാജ ദേശത്ത് ഉള്ള മലയധ്വജൻ യുദ്ധത്തിൽ മറ്റുള്ള രാജാക്കന്മാരെയൊക്കെ ജയിച്ചു. അങ്ങനെ ഈ വിദർഭ രാജാവിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു. അങ്ങനെ രജോഗുണ പ്രധാനമായ ബുദ്ധിയോട് ചേരുന്നതിനാൽ ജീവന് മരണാദികളുണ്ടാകുന്നതിനെ ഇതുവരെ വർണ്ണിച്ച ശേഷം സത്വഗുണ പ്രധാനമായ ബുദ്ധിയെ ആശ്രയിക്കുന്ന ജീവൻ സംസാര മുക്തനായിട്ട് തീരും. ഇത് മുതൽ 36 പദ്യങ്ങളാൽ വർണ്ണിക്കുന്നത് ആ കാര്യങ്ങളാണ്. ഈ കർമ്മയോഗത്തെ വിധിപ്രകാരം അനുഷ്ഠിച്ച ശേഷം രജോ ഗുണബാധയിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ജീവൻ സാത്വികമായ ബുദ്ധിയെ ആശ്രയിക്കും. സാത്വികീ ബുദ്ധി, അങ്ങനെയല്ലേ മലയധ്വജൻ ഭക്തിപ്രധാനനായ ജീവൻ. വൈദർഭി എന്ന് പറഞ്ഞാൽ ഭക്തിയോഗത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ജീവനുണ്ടാകുമ്പോൾ സത്വഗുണപ്രധാനമായ ബുദ്ധിവൃത്തിയെ ജീവൻ ആശ്രയിക്കും. അതാണ് ഈ മലയധ്വജനും പിന്നെ വൈദർഭിയുമായിട്ടുള്ള ബന്ധം. വിദർഭ രാജ്യത്തിൻ്റെ പുത്രി, അതാണ് വൈദർഭി എന്ന് പറയുന്നത്. ബുദ്ധിയാണത്. അത് എങ്ങനെയാണ്? സാത്വികമായ ബുദ്ധിയെ ആശ്രയിക്കും, സാത്വികീ ബുദ്ധി. മലയധ്വജനോ ഭക്തിപ്രധാനയായ ജീവൻ, വൈദർഭി. ഭക്തിപ്രധാനയായ ജീവനാണ് വൈദർഭി, മനസ്സിലായോ? മലയധ്വജനോ സാത്വികീ ബുദ്ധി, സാത്വികമായ ബുദ്ധിയാണ് മലയധ്വജൻ. അതിൻ്റെ പുത്രിയാണ് വൈദർഭി. അവിടെ വരെ ഹരിയോം. 30 തൊട്ട് വേറൊരു ഇതായിട്ടിടാം, ഹരിയോം. വേറൊരു ഫയലായിട്ടിടാം, ഹരിയോം.